ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ വൈറ്റ് പുലാവ്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ 2 വലിയ ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 4 പീസാക്കി മാറ്റി എന്നിട്ട് 2 വലിയ പീസായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതും വലിയ പീസ് തന്നെയാണ്. ഇതിലേക്ക് ഒരു ചെറിയ സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ചെറിയ സവാളയാണ്. വെളുത്തുള്ളി ഒരു 4 അല്ലി, അത് 2 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. അതുപോലെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ചെറിയ ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ടു. പിന്നെ പട്ടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പട്ട ഒരു 2 കഷ്ണം. അതുപോലെ ഏലക്കായ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു ഒരു 5-6 എണ്ണം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുത്തത് കുരുമുളകാണ്, ഒരു 10 എണ്ണം. 1 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലി പൊടിയല്ല, മല്ലിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പൊടി ആയതുകൊണ്ടാണ് 1/4 ആക്കിയത്, അല്ലെങ്കിൽ ഒരു അരയൊക്കെ എടുക്കാം, 1/2 ടീസ്പൂൺ എടുക്കാം. പിന്നെ ഞാൻ 4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 2 കപ്പ് അരിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളം. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചിക്കൻ അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം. ചിക്കൻ സ്റ്റോക്കൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങണം. ഈ മസാലകളെല്ലാം അതിലേക്കൊന്ന് പിടിക്കും വേണം. അരി ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ട് വാർത്ത് വെച്ചിട്ടുള്ളതാണ്. കുതിർക്കൊന്നും വേണ്ട, വെറുതെ കഴുകിയിട്ട് വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ബസ്മതി അരിയാണ്, 2 കപ്പ്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ മതി. അതൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടൊന്ന് വറക്കണം. വറുത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് ഇങ്ങനെ കൂട്ടി മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് അത്യാവശ്യം നന്നായിട്ട് വറുക്കണം. ഒരുപാട് നമ്മൾ വറുത്ത് പൊരിക്കൊന്നും വേണ്ട. എന്നാൽ പോലും പിന്നെ എല്ലായിടത്തും ഈ ചൂടായ സൺഫ്ലവർ ഓയിൽ ഒന്ന് എത്തണം. അതിന് വേണ്ടി നമ്മളൊന്ന് വറുത്തെടുക്കണം. ചിക്കനെ നമ്മൾ അപ്പുറത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കി. ഇതിലേക്ക് ബേ ലീഫും കൂടി ഉണ്ടെങ്കിൽ ഇടാം. ഇവിടെ ഇടണം, ബേ ലീഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നന്നായിട്ട് വെന്തിട്ട് ആ സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പെരിഞ്ജീരകവും നല്ല ജീരകവും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ കയ്യിലുള്ളത് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടത്. അതല്ല ഫുള്ള് ജീരകമാണുള്ളതെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ ഇടുക. ഇപ്പം ഞാൻ ചിക്കനൊക്കെ അതിന്ന് കോരി മാറ്റുകയാണ്. 4 ചിക്കൻ പീസും അതിന്ന് മാറ്റുകയാണ്. നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുമുണ്ട്. നമ്മളിട്ട പിന്നെ ഉള്ളിയുടെയും അങ്ങനെയൊക്കെ ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട്, കണ്ടോ. ഇനി അത് ഒന്ന് അരിച്ച് മാറ്റുകയാണ്. അരിക്കുമ്പോൾ അതിലുള്ള കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അതെല്ലാം അതിന്ന് പോവും. ആ സ്റ്റോക്ക് മാത്രമായിട്ട് എടുക്കും. 4 കപ്പ് വെള്ളം നമ്മൾ വെച്ചത്, ചിലപ്പോൾ അത് 3.5 ഒക്കെ ആയി മാറി കാണും. ഇപ്പോൾ അധികം കുറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒഴിച്ച അത്രയും തന്നെ ഉണ്ട്. എന്നിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഓയിൽ വേണം. നെയ്യാണ് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുക. പക്ഷേ എനിക്ക് സൺഫ്ലവർ ഓയിലാണ് ഇഷ്ടം. അതിലേക്ക് ഞാൻ ഒരു കുഴപ്പമില്ലാത്ത വലിയൊരു സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിക്കുക കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നെയ്യായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പുലാവ് ആയതുകൊണ്ട് പിന്നെ ഞാൻ ബിരിയാണി ഒന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ആക്കിയത്. സവാള ഒരു അത്യാവശ്യം വലിയ സവാളയാണ്. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റണം. അരി നമ്മൾ വറുത്ത് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സവാള സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നേരത്തെ നമ്മൾ സ്ക്വയർ ആയിട്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് കീറണം എന്നില്ല, പക്ഷെ അതിന് ചെറുതായിട്ടൊന്നൊരു വര ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഈ മുളകിൻ്റെ ഫ്ലേവറൊക്കെ ചോറിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്നൊരു വര ഇട്ട് കൊടുക്കുക. അതും ആ ഓയിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് അതിലിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. ഫ്രൈ ആവണ്ട, പക്ഷേ നമ്മളിപ്പോൾ വെള്ളത്തിൽ നിന്നാണല്ലോ കോരിയെടുത്തത്, അപ്പോൾ ആ ഒരു ഇത് മാറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഒന്ന് നന്നായിട്ട് അതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാവില്ലേ, ഓൾ സ്പൈസസ്, ആ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഏലം, പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇതെല്ലാം കൂടിയുള്ള ആ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ഒന്ന് അതിൽ കിടന്നൊന്ന് ഡ്രൈ ആയി വരണം. ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചാൽ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവൊന്നും ഉണ്ടാവില്ല, നേരത്തെ വന്നിട്ടുള്ളത് തന്നെയാണ്. അതിലേക്ക് നമ്മൾ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളി കുറഞ്ഞ തൈര് വേണം ഒഴിക്കാൻ. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ഒന്ന് അതിലൊന്ന് കിടക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുക. ഗരം മസാലയും അതുപോലെ നമ്മൾ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, തൈര്, ഇതെല്ലാം കൂടി അതിൽ കൂട്ടിയിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ മാത്രമല്ല അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ഉണ്ടായിരുന്നു. മല്ലിയുടെയൊക്കെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരും. മല്ലിയൊക്കെ നല്ലൊരു സ്മെല്ലാണത്. ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് തിളയ്ക്കും. അതിലുണ്ട് ചിക്കൻ ഉണ്ട്, പിന്നെ അരി ഇട്ട് കൊടുത്തു. അരി നമ്മൾ വറുത്ത് വെച്ചിരുന്നതാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ആ വെള്ളം ഒഴിക്കുന്നു, അരി ഇട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഉപ്പ് കുറവ് തോന്നിയാൽ ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല, ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കിയപ്പോഴേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, കുറവ് തോന്നിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റേജിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പ് നോക്കാം. അപ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കുക. ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ചിക്കൻ സ്റ്റോക്ക് നമ്മൾ അരിച്ച് മാറ്റിയിട്ട് അത് കുറവ് 4 കപ്പ് ഇല്ല, കുറവാണ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ എനിക്ക് കുറവ് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഉപ്പും കുറവ് തോന്നുകയാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഞാൻ സെർവ് ചെയ്യാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കാണുമ്പോൾ ഒരു വൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് അത്ര ഒരു ഇത് തോന്നില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം ഈ കുരുമുളകിൻ്റെയും മല്ലിയുടെയും പെരുംജീരകം, നല്ല ജീരകം, ഇങ്ങനെ ഇതിൻ്റെ എല്ലാം കൂടി ഫ്ലേവർ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ചോറാണത്. പെരുന്നാളിനോ ഇഫ്താറിനോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.